കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ നിർമ്മിച്ച 5 നില കെട്ടിടത്തിന്റെ ലിഫ്റ്റ് ചാനൽ നിർമ്മാണം മാസങ്ങളായി, പക്ഷേ അതെങ്ങും എത്താത്ത നിലയിലാണ്. എഞ്ചിനീയർമാരും കരാറുകാരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ് ഈ നിർമ്മാണം പാതി വഴിയിലാകാൻ കാരണമെന്നാണ് അറിയുന്നത്. എന്തായാലും നൂറുകണക്കിന് രോഗികൾ ഇതുമൂലം ദുരിതത്തിലായിരിക്കുകയാണ്. ലിഫ്റ്റ് ചാനൽ നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ജില്ലാ പഞ്ചായത്തിലെ എഞ്ചിനീയർമാരും കരാറുകാരും തമ്മിൽ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇത് ലിഫ്റ്റ് ചാനൽ യാഥാർത്ഥ്യമാക്കാതെ പൊളിച്ചു പണിയുന്നതിന് കാരണമായി മാറുന്നു. 20 ലക്ഷത്തിൽ പരം തുക ചിലവഴിച്ചുള്ള ലിഫ്റ്റ് നിർമ്മാണത്തിനിടയിൽ 4 തവണ മാറ്റങ്ങൾ വരുത്തി. ലിഫ്റ്റിനായുള്ള കുഴിയുടെ വീതിക്ക് പോരായ്മ, ഉപയോഗിക്കുന്ന കമ്പിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയവ പൊളിച്ചു പണിയുന്നതിന് കാരണങ്ങളായി മാറി. മാസങ്ങളായി പണി തുടരുമ്പോൾ ജനറൽ ഒപിയിലേക്ക് ഉൾപ്പെടെ പോകേണ്ട രോഗികൾ 5 നില കെട്ടിടത്തിന്റെ പടി കയറുന്നതിന്റെ ദുരിതത്തിലാണ്. ഇത് 5ാമത്തെ തവണയാണ് ഈ ലിഫ്റ്റിന്റെ പ്രവർത്തനം ഇങ്ങനെ പകുതി വെച്ച് അഴിച്ചു മാറ്റി വീണ്ടും പണിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. നാട്ടുകാരൊക്കെ പറയുന്നത് നാറാണത്ത് ഭ്രാന്തന്റെ കഥ പോലെ ഇവിടെ ലിഫ്റ്റിന്റെ പ്രവർത്തനം പുരോഗമിക്കുന്നത്. കാരണം ഓരോ പ്രാവശ്യവും ഇത് പണിത് മുകളിലെത്തുമ്പോൾ വീണ്ടും അഴിച്ചു മാറ്റി വീണ്ടും പണിയുന്ന ഒരു സ്ഥിതിയാണ്. ജനങ്ങളുടെ നികുതി പണം പച്ചയായി കൊള്ളയടിക്കുന്ന ഒരു അവസ്ഥയാണ് ജില്ലാശുപത്രിയിലുള്ളത്. ഇതിൽ ജനകീയമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. നിർമ്മാണവും പൊളിക്കലും മുറ പോലെ നടക്കുമ്പോൾ ജില്ലാ ആശുപത്രിയിലെ ലിഫ്റ്റ് ചാനൽ യാഥാർത്ഥ്യമാക്കുവാൻ ഇനിയും തുക വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടലുകൾ. നികുതി പണം പാഴാക്കുന്ന നിർമ്മാണത്തിലെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്.